ശ്രീ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, നമസ്കാരം. നമസ്തേ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആന്ധ്രയിൽ നിന്നൊരു വാർത്ത, അത് വലിയ തോതിൽ മാധ്യമശ്രദ്ധ നേടിയ ഒരു വാർത്തയാണ്. അവിടെ ഒരു പള്ളി പൊളിക്കാൻ ആന്ധ്ര സർക്കാർ, ഒരു ക്രിസ്ത്യൻ പള്ളി പൊളിക്കാൻ ആന്ധ്ര സർക്കാർ നിർദ്ദേശം കൊടുത്തു. ഇത് ശരിയായൊരു കാര്യമാണോ? ഒരു എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന കൊടുക്കുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടേത്. അപ്പോൾ ഒരു ക്രിസ്ത്യൻ പള്ളി എന്തടിസ്ഥാനത്തിലാണ് പൊളിക്കാൻ നിർദ്ദേശം കൊടുത്തത്? എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? അതെ, കഴിഞ്ഞ ദിവസം പല മാധ്യമങ്ങളിലും വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഈ ചോദ്യത്തിൽ പറയുന്നത്. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലെ പെടക്കാക്കിരി എന്ന് പറഞ്ഞൊരു മണ്ഡലമുണ്ട്. അവിടുത്തെ നമ്പൂരു എന്നൊരു ഗ്രാമത്തിലുള്ള ഒരു ഇവാഞ്ചലിക്കൽ എന്ന് വെച്ചാൽ പെന്തക്കോസ്ത് സഭയുടെ ഒരു പള്ളിയാണ് ഈ തർക്കത്തിന് ആധാരമായിട്ടുള്ള പള്ളി എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു പാസ്റ്റർ ഡോക്ടർ സതീഷ് കുമാർ വളരെ വ്യാപകമായ രീതിയിൽ ഹിന്ദു വിഭാഗത്തിലുള്ള ആൾക്കാരെ മതപരിവർത്തനം ചെയ്യുന്നതായിട്ടാണ് റിപ്പോർട്ട്. വളരെ പ്രലോഭനങ്ങളിൽ കൂടെയും വാഗ്ദാനങ്ങളിൽ കൂടെയും ഒക്കെ സാധാരണ ഹൈന്ദവ സമൂഹത്തിലെ ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് അവരുടെ സ്വധർമ്മത്തിൽ നിന്നും ക്രൈസ്തവ ധർമ്മത്തിലേക്ക് മതം മാറ്റുന്നു. ഏകദേശം ഒരു 3000 പേരെ പ്രതിമാസം ക്രൈസ്തവ വിഭാഗത്തിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിനെ തുടർന്നുള്ള ചില പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് ആന്ധ്രാപ്രദേശ് സർക്കാർ ആ പള്ളി അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംഘടിതമായ മതപരിവർത്തന ശ്രമം, നമുക്കറിയാം ഭാരതത്തിലെമ്പാടും തന്നെ ക്രൈസ്തവ വിഭാഗവും ഇസ്ലാമിക വിഭാഗവും ഹിന്ദുക്കളിൽ നിന്നുള്ള ആൾക്കാരെ അവരുടെ മതങ്ങളിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയുള്ള പ്രക്രിയകൾ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ക്രൈസ്തവ വിഭാഗം വളരെ ആസൂത്രണവും തന്ത്രപൂർവമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, ബുദ്ധിപൂർവമാണ്. അല്ലെങ്കിൽ പ്രലോഭനങ്ങളിൽ കൂടെ പൈസയൊക്കെ കൊടുത്തു തന്നെയാണ് ആ വിഭാഗം ഹിന്ദുക്കളെ ഇപ്രകാരം മതപരിവർത്തനം ചെയ്യുന്നത്. അതാണ് നമുക്കറിയാം, ഭാരതം എന്ന് പറഞ്ഞൊരു സെക്കുലർ രാഷ്ട്രമാണ്. ഭരണഘടന അനുസരിച്ച് എല്ലാവർക്കും വിശ്വസിക്കാം, അവരവർക്ക് ഇഷ്ടപ്പെട്ട മതം തിരഞ്ഞെടുക്കാം. പക്ഷെ ഈ പ്രലോഭനങ്ങളിൽ കൂടിയും വാഗ്ദാനങ്ങളിൽ കൂടിയും പണത്തിന്റെ ഒരു രീതിയിലും ഒക്കെ തന്നെയുള്ള മതപരിവർത്തനം രാജ്യത്ത് നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഒരു പരിധി വരെ പ്രലോഭനങ്ങളിൽ കൂടിയുള്ള മതപരിവർത്തനം ആർക്കെങ്കിലും ആക്ഷേപമുള്ളൂ. വ്യാപകമായ എതിർപ്പും വിമർശനവും ഒക്കെ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് ആന്ധ്ര സർക്കാർ ആ പള്ളി ഡോക്ടർ സതീഷ് കുമാർ എന്ന് പറയുന്ന പാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള പെന്തക്കോസ്ത് സഭയുടെ ആ പള്ളി പൂട്ടാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ഇവർ ഇത്തരത്തിൽ പണം ചെലവഴിച്ച് വലിയ തോതിൽ ആൾക്കാരെ വാഗ്ദാനങ്ങൾ നൽകി പ്രലോഭനങ്ങളിലൂടെ മതപരിവർത്തനം ചെയ്യുന്നുവെങ്കിൽ അതിനുള്ള സാമ്പത്തികം ഇവർക്ക് എവിടെ നിന്ന് കിട്ടുന്നു? ഇപ്പോൾ നമ്മൾ വിദേശത്തുനിന്ന് പണം വരുന്നതിനെയൊക്കെ വലിയ തോതിൽ കേന്ദ്ര സർക്കാർ തടഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഇവർക്ക് പണം ലഭിക്കുന്നെങ്കിൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ കഴിവുകേടല്ലേ വാസ്തവത്തിൽ? അത്തരത്തിലുള്ള പണം ഉപയോഗിച്ചാണ് ഇവർ മതപരിവർത്തനം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് തടയാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ലേ? തീർച്ചയായിട്ടും ഈ ക്രൈസ്തവ വിഭാഗത്തിന്റെ മതപരിവർത്തനത്തിന്റെ അടിസ്ഥാന ഘടകം പണം തന്നെയാണ്. നമുക്കറിയാം, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ ഭാരതത്തിൽ വന്നതിന് ശേഷമാണ് ക്രൈസ്തവ മതപരിവർത്തനത്തിന്റെ തോത് വളരെ വ്യാപകമായി കൂടാൻ തുടങ്ങിയത്. അതിനുശേഷം കേന്ദ്രത്തിലെ നരേന്ദ്രമോദിയുടെ സർക്കാർ വന്നതിന് ശേഷം FCRI നിയമവുമായി ബന്ധപ്പെട്ടുള്ള ചില നിയമങ്ങളൊക്കെ വന്നതിന് ശേഷം പണമൊഴുക്ക് ഒരു പരിധി വരെ കുറഞ്ഞിട്ടുണ്ട്. നിയമവിരുദ്ധമായ രീതിയിലുള്ള പണമൊഴുക്ക് ഈ ഭാരതത്തിലേക്ക് തടയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ സമയത്ത് വളരെ ആനുകാലികമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി 2 എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു അന്താരാഷ്ട്ര ബിസിനസ് അല്ലെങ്കിൽ കൊമേഴ്സ് ഭീമനാണ് നമ്മുടെ ആമസോൺ എന്ന് പറയുന്ന കമ്പനി. ആമസോൺ കമ്പനിയെ പറ്റി വളരെ വ്യാപകമായി കുറെ കാലമായിട്ട് ഒരു വിമർശനമുണ്ട്. എത്രമാത്രം അത് ശരിയാണ് തെറ്റാണെന്ന് ചോദിച്ചാൽ വളരെ വ്യാപകമായ രീതിയിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഓർഗനൈസർ മാസികയിൽ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട ആധികാരികമായ ലേഖനം വന്നിരുന്നു. ആ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊമേഴ്സ് ഭീമനായിട്ടുള്ള ആമസോൺ ഭാരതത്തിലെ ക്രൈസ്തവ മതപരിവർത്തന ശ്രമങ്ങൾക്ക് വേണ്ടി വ്യാപകമായ രീതിയിൽ ഫണ്ട് ഉണ്ടെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്ന ആ വാർത്തയ്ക്കകത്ത് ഇത് മാസിക മാത്രം ആരോപിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. അരുണാചൽ പ്രദേശ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ സർവീസ് സംഘടനയാണ് സോഷ്യൽ ജസ്റ്റിസ് ഫോറം ഓഫ് അരുണാചൽ പ്രദേശ്. അവരാണത് ആദ്യമായിട്ട് ഈ ഒരു വാദമല്ല ഈ ഒരു വ്യാഖ്യാനം ആദ്യമായി കൊണ്ടുവന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ ബാപ്റ്റിസ്റ്റ് ചർച്ച് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമുണ്ട്. അമേരിക്കയിലെ ABM, അമേരിക്കയിലെ ഏറ്റവും വലിയ ഒരു ക്രൈസ്തവ ഗ്രൂപ്പാണ്. അവരുടെ പ്രധാനപ്പെട്ട ഒരു കൺവെർഷന് വേണ്ടി ശ്രദ്ധിക്കുന്ന ഒരു ഏജൻസിയാണ് ഓൾ ഇന്ത്യ മിഷൻ, AIM. നമ്മൾ ശ്രദ്ധിക്കൂ, എയും അവരുടെ ലക്ഷ്യം ഓൾ ഇന്ത്യ മിഷൻ ഭാരതത്തിലെ ക്രൈസ്തവമായ രീതിയിൽ സുവിശേഷവൽക്കരണത്തിൽ കൂടി
ഒരു ഹൈന്ദവ ഭൂരിപക്ഷ രാഷ്ട്രമായ ഈ ഭാരതത്തിലെ പരമാവധി ആൾക്കാരെ തങ്ങളുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എയിം. അവരുടെ വെബ്സൈറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏകദേശം 25,000 ആൾക്കാരെ ഇത്തരത്തിൽ അവർ മതം മാറ്റിയതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രധാനമായി ഫണ്ട് കൊടുക്കുന്നത് ആമസോൺ ആണ്. ആമസോൺ ആണ്, ഈ ബഹുരാഷ്ട്ര കുത്തകയായ ആമസോൺ ആണ് ഭാരതത്തിലെ മതപരിവർത്തനത്തിന് വേണ്ടി പൈസ കൊടുക്കുന്നതെന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണോ, ശരിയാണോ, സത്യമാണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ സത്യമായിട്ടാണ് ലോകതലത്തിൽ ഇതിനെപ്പറ്റി പറയുന്നത്. അങ്ങ് ഈ പറഞ്ഞതിന് ഇപ്പോൾ ആമസോണിൽ നിന്ന് ഇവർക്ക് ഫണ്ട് ലഭിക്കുന്നു എന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ? അത് ഈ പറയുന്നത് പോലെ അവരുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനത്തിലൂടെയോ അവരത് വെളിപ്പെടുത്തിയിട്ടുണ്ടോ? എന്താണ്? നമുക്കറിയാമല്ലോ, ഒരു സ്ഥാപനവും അവരുടെ വെബ്സൈറ്റിൽ കൂടി അതൊന്നും പറയാറില്ല. ഇതൊക്കെ ഇപ്പൊ തന്നെ നമുക്കറിയാം, പല വാദമുഖങ്ങൾ ഈ വിക്കിലീക്സ് പോലുള്ള മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോഴാണ് അതിന്റെ ശരിതെറ്റുകളിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്. ഒരു മാധ്യമവും അപ്രകാരം ഭാരതത്തിൽ സുവിശേഷവൽക്കരണത്തിന് ഞങ്ങൾ പൈസ മുടക്കുന്നു എന്ന് ആമസോൺ അവരുടെ ഒരു റിപ്പോർട്ടിലും പറയത്തില്ല. ഇതൊക്കെ വളരെ ഇന്റർനാഷണൽ തലത്തിലുള്ള ഒരു ഗൂഢ ആലോചനയുടെ ഭാഗമായിട്ട് രഹസ്യമായ രീതിയിൽ ഫണ്ടിങ് നടക്കുന്നുണ്ട്. ഏകദേശം $175 ബില്യൺ പൈസ ഇന്റർനാഷണൽ മിഷൻ ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഭാരതത്തിലെ സുവിശേഷവൽക്കരണത്തിന് വേണ്ടി മാത്രം വിനിയോഗിച്ചിട്ടുള്ളതായിട്ട് അവരുടെ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ഭാരതത്തിൽ തന്നെ ഏകദേശം 3,535 കുടുംബങ്ങൾ ഈ ഭാരതത്തിലെ ക്രൈസ്തവ സുവിശേഷവൽക്കരണ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നതായിട്ട് ആ ഗ്രൂപ്പിന്റെ, ഞാൻ പറഞ്ഞ ഇന്റർനാഷണൽ മിഷൻ ബോർഡിന്റെ വെബ്സൈറ്റിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവർ ഓരോരോ ഘട്ടത്തിലായിട്ടാണ്, ഒന്ന് സ്റ്റേജ് 1, സ്റ്റേജ് 2 എന്ന രീതിയിലാണ്. ആദ്യഘട്ടം 18-നും 25-നും ഇടയ്ക്കുള്ള ചേരി നിവാസികളായ യുവജനതയെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള സ്കീം. രണ്ടാം സ്റ്റേജ്, അടുത്ത ഘട്ടം. ഇങ്ങനെ നിരവധി ഘട്ടങ്ങളിൽ കൂടിയാണ് ഈ ഇന്റർനാഷണൽ മിഷൻ ബോർഡ് അവരുടെ പ്രവർത്തനം നടത്തുന്നത്. അവരുടെ വെബ്സൈറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് $175 ബില്യൺ. നമുക്ക് വിശ്വസിക്കാൻ ഒക്കാത്ത വലിയൊരു തുകയാണ് ഈ ഭാരതത്തിലെ ക്രൈസ്തവ സുവിശേഷവൽക്കരണത്തിന് വേണ്ടി ഈ ഏജൻസി. ഞാൻ പറഞ്ഞ ആമസോണിന്റെ കണക്കുകൾക്കകത്തൊന്നും അവർ തുക പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് നിഷേധിക്കാൻ ഒക്കാത്തൊരു സത്യമാണ്. ഇന്റർനാഷണൽ തലത്തിൽ ഭാരതത്തെ സുവിശേഷവൽക്കരിക്കാനുള്ള ഫണ്ടുകൾ, കോടാനുകോടി ഡോളറുകൾ ഭാരതത്തിലേക്ക് ഒഴുകി എത്തുന്നുള്ളത് ശരി തന്നെയാണ്. ഈവൻ ഈ കൊച്ചു കേരളത്തിലെ ചില പ്രദേശങ്ങൾ പോലും അതിന്റെ പ്രധാനപ്പെട്ട തെളിവുകളാണ്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ അഗസ്ത്യമലയുടെ അടിവാരത്തിലുള്ള ചില സ്ഥലങ്ങളുണ്ട്. കുറ്റിച്ചൽ എന്ന് പറയുന്ന സ്ഥലം, മാങ്കോട് എന്ന് പറയുന്ന സ്ഥലം, വാലിപ്പാറ, കുമ്പിടി, അമ്പൂരി തുടങ്ങിയ സ്ഥലങ്ങളില് വളരെ വ്യാപകമായ രീതിയിൽ ഹൈന്ദവ, എന്നുവെച്ചാൽ നമ്മുടെ ആദിവാസി മേഖലയിലുള്ള ആൾക്കാരാണ് ആ പ്രദേശത്ത് കൂടുതൽ താമസിക്കുന്നത്. ആ വിഭാഗത്തിലുള്ള ആൾക്കാരെ വ്യാപകമായ രീതിയിൽ മതപരിവർത്തനം ചെയ്യുന്നുണ്ട് ക്രൈസ്തവ സുവിശേഷവൽക്കരണത്തിന്റെ മറവിൽ. പ്രലോഭനങ്ങളിൽ കൂടെ, വാഗ്ദാനങ്ങളിൽ കൂടി, സാമ്പത്തികമായിട്ടുള്ള വാഗ്ദാനങ്ങൾ കൂടിയുമാണ് ഇത് നടക്കുന്നത്. സാമ്പത്തികമായിട്ട് ഇവർക്ക് വാഗ്ദാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇന്റർനാഷണൽ തലത്തിലുള്ള ഫണ്ട് കിട്ടിയേ പറ്റത്തുള്ളൂ. അല്ലാതെ ഈ രാജ്യത്തെ പൈസ ഉപയോഗിച്ച് അവർക്കത് ചെയ്യാൻ സാധിക്കില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷേ ആമസോൺ ഒരു വ്യവസായ ഭീമനാണ്. ആമസോൺ അവരുടെ ലാഭത്തിന്റെ ഒരു വിഹിതം ഇത്തരത്തിലുള്ള ട്രസ്റ്റുകൾക്കും ഈ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കും ഒക്കെ സംഭാവനയായിട്ട് കൊടുക്കാറുണ്ടാകും. അതിനെ നമുക്ക് മതപരിവർത്തനത്തിന്റെ ഫണ്ടായിട്ട് കരുതാൻ സാധിക്കുമോ? അല്ല, ആമസോൺ ഇപ്പൊ കൊടുക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ഇവാഞ്ചലിക്കൽ മിഷൻ ആണെങ്കിൽ അവർക്ക് ഏതായാലും ഫാക്ടറി നടത്താനല്ലല്ലോ പൈസ കൊടുക്കുന്നത്. അവർക്ക് സുവിശേഷവൽക്കരണത്തിനാണ് കൊടുക്കുന്നത്. സേവനത്തിന്റെ മറവിൽ കൂടെ ഭാരതത്തിലെ താഴെത്തട്ടിലുള്ള സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഹിന്ദുക്കളെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി ആ ഏജൻസി, ആ ഇവാഞ്ചലിക്കൽ മിഷൻ പൈസ, എയിം, അവരുടെ ലക്ഷ്യം തന്നെ നോക്കൂ, എയിം എന്നാണ്, ഓൾ ഇന്ത്യ മിഷൻ. അതിനുവേണ്ടി ആമസോൺ പൈസ കൊടുക്കുന്നത് ഈ ആവശ്യത്തിന് വേണ്ടിയാണെന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാക്കാൻ ഒക്കുന്ന കാര്യമാണ്. വരികൾക്കിടയിൽ വായിക്കുമ്പോൾ ഈ പൈസ ഈ അന്താരാഷ്ട്ര ഭീമൻ ഏജൻസി കൊടുക്കുന്നത് ഇതിനു വേണ്ടി തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇത്തരം വിഷയങ്ങൾ കൂടുതൽ ജാഗ്രതയോടെ സമീപിക്കേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ തെളിവുകളും രേഖകളും ഒക്കെ ആവശ്യമുണ്ട്. അത് ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ വെബ്സൈറ്റുകളിൽ വരുന്ന കണക്കുകളും ഒക്കെ ഞെട്ടിക്കുന്നതാണ്. എന്തായാലും കേന്ദ്ര സർക്കാർ കൂടുതൽ ജാഗ്രതയോടെ ഇരിക്കട്ടെ. എല്ലാവർക്കും അവരവരുടെ മതത്തിൽ വിശ്വസിക്കാനും അത് ആചരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. അതേസമയം പണം കൊടുത്തും പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ഒക്കെ മതപരിവർത്തനം ചെയ്യുന്നത് കടുത്ത കുറ്റമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്, നമ്മുടെ ഭരണഘടന കാണുന്നത്. അത് ചോദിക്കാനും പറയാനും ഇവിടെ നിയമമുണ്ട്. ഇത് എല്ലാവരും ഓർക്കണം എന്നുള്ളതാണ്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.